ജനാധിപത്യ വിശ്വാസികൾ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീന് കോണി അടയാളത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് UDYF-ന്റെ നേതൃത്വത്തിൽ പാട്ടും പറച്ചിലും എന്ന ഈ വാഹനം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഞങ്ങളെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഈ വരുന്ന 9-ാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ കോണി അടയാളത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. ജനാധിപത്യ രാജ്യത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പ് വരികയും ആ തിരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാടിന്റെ ഭൂരിപക്ഷ പിന്തുണയോടെ കഴിഞ്ഞ 15 വർഷമായി മണ്ണാർക്കാട് നിയോജകമണ്ഡലത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ മണ്ണാർക്കാട്ടുകാരുടെ സുഖത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും പ്രതിസന്ധിയിലും നമ്മുടെ ഒരു സഹോദരനെ പോലെ, നമ്മുടെ ഒരു വീട്ടുകാരനെ പോലെ നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ്. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ അട്ടപ്പാടിയിലെ ഷോളയൂർ പഞ്ചായത്തിലെ ശിരുവാണിയിൽ നിന്ന് തുടങ്ങി അലനല്ലൂർ പഞ്ചായത്തിലെ എടത്തനാട്ടുകളിലെ പൊൻപാറയിലേക്ക് എത്തുമ്പോൾ ആലപ്പുഴ ജില്ലയേക്കാളും വലുപ്പമുള്ള 120 കിലോമീറ്റർ വലിയ വിസ്തൃതിയുള്ള ഒരു ഭൂപ്രദേശമുള്ള ഒരു നിയോജക മണ്ഡലമാണ് മണ്ണാർക്കാട്. ആ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിന്റെ അടിസ്ഥാനപരമായ വികസന പ്രവർത്തനങ്ങൾ ഒരു പ്രതിപക്ഷത്തിൽ നിന്ന് കഴിഞ്ഞ 10 വർഷമായി ഒരു പ്രതിപക്ഷത്തിൽ നിന്ന് അംഗം എന്ന നിലയിൽ മണ്ണാർക്കാടിന് ലഭിക്കേണ്ട എല്ലാ അവകാശങ്ങളും ചോദിച്ചു വാങ്ങുകയും മണ്ണാർക്കാടിന്റെ സമഗ്രമായ വികസനത്തിന് നേതൃത്വം നൽകുന്നതോടൊപ്പം തന്നെ കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ ഒരു അംഗം എങ്ങനെ പ്രവർത്തിക്കണമെന്നും കേരളത്തിന്റെ നിയമനിർമ്മാണ രംഗത്ത് നടക്കുന്നതിൽ ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനും കേരളത്തിലെ സർക്കാരിന്റെ വീഴ്ചകൾ തുറന്നു കാണിക്കുവാനും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കേരള നിയമസഭയിൽ ചോദിക്കുവാനും കഴിഞ്ഞ 15 വർഷമായി മണ്ണാർക്കാടിൽ നിന്ന് വിജയിച്ചു പോയ ഷംസുദ്ദീന് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ ഭരണം കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയന്റെ നേതൃത്വത്തിലായിരുന്നു. 1-ാം പിണറായി സർക്കാർ, 2-ാം പിണറായി സർക്കാർ എന്ന് പറഞ്ഞ് പിണറായിയുടെ മന്ത്രിസഭയിൽ അംഗങ്ങളെ മാറ്റി പിണറായി വിജയൻ തന്നെയായിരുന്നു കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്. ഒരു മന്ത്രിമാർക്കും കൃത്യമായ ഒരു കാര്യങ്ങളും ചെയ്യാൻ മുഖ്യമന്ത്രി അനുവദിക്കാത്ത ഒരു സാഹചര്യവും കേരളത്തിന്റെ ജനത കണ്ടത് ആദ്യമായിട്ടാണ്. പത്രക്കാർ ഒരു ചോദ്യം ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കുവാനും, നാട്ടിൽ പോയി ചോദിക്കുവാനും, ടിവിയിൽ പോയി ചോദിക്കാനും, റേഡിയോയോട് ചോദിക്കാനും ഒക്കെയാണ് ഒരു മുഖ്യമന്ത്രിയിൽ നിന്നും മറുപടി ലഭിക്കുന്നത്. കേരളത്തിലെ ജനത കഴിഞ്ഞ 10 വർഷമായി അനുഭവിച്ച പ്രതിസന്ധിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. ഏറ്റവും പവിത്രമായ ഒരു സ്ഥലമാണ് ശബരിമല. ഒരു 40 ദിവസത്തോളം വ്രതമെടുത്ത് ആ വ്രതമെടുക്കുന്നതോടൊപ്പം തന്നെ അതിൽ അവരുടെ കുടുംബാംഗങ്ങളും ആ ശബരിമലയിലേക്ക് യാത്ര ചെയ്യുന്ന സ്വാമിമാരെ ആനയിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും ജീവിത ശൈലിയിൽ ഒരച്ചടക്കം പാലിച്ചുകൊണ്ട് വളരെ ഭവ്യതയോടെ പ്രാർത്ഥനാ നിരർഭമായി 40 ദിവസം വ്രതമെടുത്ത് ശബരിമലയിലെ 18-ാം പടി കയറി ആ ശബരിമലയിലെ അയ്യപ്പനെ വണങ്ങുന്ന സമയത്ത് ആ വണങ്ങുന്ന തന്റെ പ്രയാസങ്ങളും കുടുംബത്തിന്റെ പ്രതീക്ഷകളും ഒക്കെ ആ ശബരിമലയിൽ സമർപ്പിക്കാൻ പ്രാർത്ഥന നടത്തുമെന്ന ഓരോ സ്വാമിമാരും ഉണ്ടാവും. പക്ഷേ ആ സ്വാമിമാര് അവിടെ എത്തി പ്രാർത്ഥന നടത്തി തിരിച്ചു പോകുമ്പോൾ ഒരുപാട് ആത്മനിവൃത്തി നടക്കും. പക്ഷേ ഈ ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. ഈ ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികളായി വെച്ചിരുന്നത് കേരളത്തിന്റെ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും ജില്ലാ സെക്രട്ടറിമാരെയുമാണ്. കഴിഞ്ഞ കുറച്ചു നാൾ മുമ്പ് ഒരു ചെറിയ പരിശോധന നടത്തിയപ്പോഴാണ് വലിയൊരു ചരിത്രത്തിന്റെ ഇത്രയും വലിയൊരു കൊള്ളക്കേട്ട് ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റിയതിനെ കുറിച്ച് പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്നത്. ശബരിമലയിലെ എത്ര കിലോ സ്വർണമാണ് അടിച്ചു കൊണ്ടുപോയത് എന്ന് ഇന്നേ വരെ ഒരു അന്വേഷണ ഏജൻസിക്കും കണ്ടെത്താൻ കഴിയാത്തതാണ്. CPM-ന്റെ സംസ്ഥാന സമിതി അംഗങ്ങൾ, മുൻ MLA-മാരും ഒക്കെ ആയ ആളുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി അംഗങ്ങളായ സമയത്താണ് ശബരിമലയിലെ ശ്രീകോവിലിലെ സ്വർണം അടിച്ചു മാറ്റി ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത്. അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും അവരെ ശബരിമലയിൽ നിന്നും അടിച്ചു കൊണ്ടുപോയ സ്വർണം തിരിച്ചു വെക്കാനും കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഓരോ കുടുംബനാഥനും തന്റെ മകൾ വിജയിക്കണം, തന്റെ മകൻ ഉന്നത നിലയിലെത്തണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനത്തെ ഒരു ആഗ്രഹമുള്ള
പിതാവാണ് പ്രിയപ്പെട്ട പിണറായി വിജയൻ. തന്റെ മകൾ ഒരു കമ്പനിക്ക് ഒരു സർവീസ് ചെയ്യുകയാണ്. നിസാരമായ ഒരു ദിവസത്തിൽ 1 മണിക്കൂർ ചെയ്യേണ്ട സേവനം ഒരു മാസത്തിൽ 30 മണിക്കൂർ സേവനം ചെയ്തതിന് കേരളത്തിലെ ധാതുമണൽ ഖനനം നടത്തുന്ന, കരിമണൽ കൊള്ള നടത്തുന്ന CMRL കമ്പനി വെറും 1,75,00,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ശമ്പളം കൊടുക്കുന്നത്. 30 മണിക്കൂർ സേവനം ചെയ്യാൻ 1,75,00,000 രൂപ കൊടുത്തത് കേരളത്തിലെ ജനത കാണുകയാണ്. നമുക്കറിയാം, കോവിഡ് വന്ന സമയത്ത്, കൊറോണ വന്ന സമയത്ത് PPE കിറ്റിന്റെ പേരിൽ എത്ര വലിയ അഴിമതിയാണ് നടത്തിയത്. ആരോഗ്യരംഗത്തുണ്ടായ വീഴ്ച എന്താണ്? ഒരു മെഡിക്കൽ കോളേജിൽ നിരവധി ആളുകൾ മരിക്കുന്ന സാഹചര്യം, തീപിടുത്തമുണ്ടായപ്പോ വെന്റിലേറ്റർ ഓഫ് ചെയ്തതിനാണ് കേരളത്തിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എത്ര ആളുകളാണ് മരണപ്പെട്ടത്. നിങ്ങൾക്കറിയാം, കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു സഹോദരി അഡ്മിറ്റ് ആയ സമയത്ത് അവരുടെ അമ്മ കൂട്ടിരിക്കാൻ പോയ സമയത്ത് അവർ പുറത്തിറങ്ങി ബാത്റൂമിലേക്ക് നടന്നു പോകുന്ന സമയത്താണ് ഒരു മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്നതിന് മരണപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായ. ഒരു മെഡിക്കൽ കോളേജ് തകർന്നു വീണ് മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുണ്ടായത്. നിരവധി പരാതികൾ വന്നില്ലേ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ CPM-ന്റെ സഹയാത്രികനായ ഒരു ഡോക്ടർ ഒരു പ്രതിവാദത്തിൽ വന്ന് പറയുകയാണ്, ഞാനൊരു ഡോക്ടർ എന്ന നിലയിൽ മാനസികമായി വലിയ പ്രയാസത്തിലാണ്, ഞാൻ വലിയ പ്രതിസന്ധിയിലാണ്. എന്താണ് പ്രതിസന്ധി എന്ന് നോക്കുമ്പോഴാണ് മനസ്സിലായത്, രോഗികൾക്ക് ചികിത്സ കിട്ടാതെ രോഗത്തോട് മല്ലിടുന്നു പ്രയാസപ്പെടുകയാണ്. രോഗികളിൽ നിന്നും പിരിവെടുത്ത് കണ്ടാണ് മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങുന്നത്. കൃത്യമായ ഒരു മെഡിക്കൽ ഉപകരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ലഭിക്കുന്നില്ലെന്ന് ഡോക്ടർ ഹാരിസ് വന്ന് കേരള ജനതയോട് പറഞ്ഞപ്പോ ഇത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പറഞ്ഞാണ് വീണ ജോർജ് രംഗത്ത് വന്നത്. പരിശോധന നടത്തിയപ്പോഴാണ് യാഥാർത്ഥ്യം മനസ്സിലായത്. നിരവധി ആളുകൾ ഗവൺമെന്റിന് പിരിവെടുത്ത്, നമ്മൾ നാട്ടിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പിരിവെടുത്ത് പോകും, കൂട്ടുകാരോട് കൂടി ടൂർ പോകാൻ പിരിവെടുക്കും. അതുപോലെ തന്നെ ഗവൺമെന്റ് ആശുപത്രിയിൽ മെഷീനറി വാങ്ങുവാൻ പിരിവെടുക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായത് ഈ പിണറായി വിജയന. ഇങ്ങനെ തകർന്നടിഞ്ഞ ഒരു സർക്കാർ, ആ സർക്കാരാണ് പുറങ്കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കണമെങ്കിൽ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഭാവന സമ്പന്നമായ ഒരു സർക്കാർ വരണമെങ്കിൽ N. ഷംസുദ്ദീന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കോണി അടയാളത്തിൽ നൽകണം. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി കേരള ജനതയ്ക്ക് നൽകിയ 5 ഉറപ്പുകളുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതി, സ്ത്രീകൾക്ക് മാസം 6,000 രൂപ, കോളേജിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് മാസം 1,000 രൂപ, ജോലിക്ക് പോകുന്ന ചെറിയ തുച്ഛ വരുമാനമുള്ള സ്ത്രീകൾക്ക് KSRTC-യിൽ സൗജന്യ യാത്ര. നമ്മളെല്ലാവരും ജോലി ആഗ്രഹിക്കുന്നവരാണ്, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ഓരോ ചെറുപ്പക്കാരികളും പുതിയ ആശയങ്ങൾ കൊണ്ടുവരാൻ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന സമയത്ത് അവർക്ക് ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയിലൂടെ പലിശരഹിതമായി 5 ലക്ഷം രൂപ ലോൺ കൊടുക്കുന്ന സാഹചര്യമാണ്. ആർക്കും രോഗം വരാൻ ആഗ്രഹിക്കുന്നില്ല, ആരും രോഗം സ്നേഹിക്കുന്നില്ല. പക്ഷേ നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ സാമ്പത്തിക നില തകരുന്ന ഒരു സാഹചര്യമാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ആശുപത്രിയിൽ പോയാൽ ഉണ്ടാകുന്ന പ്രയാസം. കേരളത്തിലെ ഓരോ കുടുംബങ്ങൾക്കും പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ നായികക്കല്ലായ വികസന പദ്ധതികൾ നൽകിയത് കാരുണ്യത്തിന്റെ മുഖം 18-20 മണിക്കൂർ നിന്ന് ജനങ്ങളുടെ പ്രശ്നം കേട്ട ഉമ്മൻചാണ്ടിയുടെ പേരിൽ കാരുണ്യ പദ്ധതി അവതരിപ്പിച്ച് 25 ലക്ഷം രൂപ ഇൻഷുറൻസ് പദ്ധതിയാണ് കേരള ജനതയ്ക്ക് നൽകുന്നത്. ഭാവനാസമ്പന്നമായ ജനക്ഷേമപരമായ ഒരു സർക്കാർ അധികാരത്തിൽ വരണമെങ്കിൽ മണ്ണാർക്കാടിന്റെ മുഖച്ഛായ മാറ്റുവാൻ, മണ്ണാർക്കാടിന്റെ വികസന പ്രവർത്തനങ്ങൾ തുടരുവാൻ, മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയാക്കാൻ, ഒരു എഞ്ചിനീയറിംഗ് കോളേജ് കൊണ്ടുവരാൻ, നിരവധി പദ്ധതികൾ ആരംഭിക്കാൻ പ്രിയപ്പെട്ട N. ഷംസുദ്ദീന് ഇവിടുന്ന് വിജയിച്ചു വരണം. ഈ ജനാധിപത്യ വിശ്വാസികൾ, ഈ പ്രദേശത്തെ ആളുകൾ എന്നും ഐക്യ ജനാധിപത്യ മുന്നണിയോട് ഹൃദയത്തോട് ചേർത്ത ഈ പ്രദേശത്തെ ജനതയാണ്. നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് ഒരുപാട് നന്ദിയിലൂടെ ഈ റോഡിലൂടെയും ഇവിടുത്തെ ഹൈമാസിലേക്കുടെയും നിരവധി പദ്ധതികൾ ഈ മുണ്ടേക്കാരാട് പ്രദേശത്ത്, മുക്കണ്ണം പ്രദേശത്തേക്ക് നൽകിയ ഒരു സർക്കാരാണ്. അങ്ങനത്തെ ഒരു MLA വീണ്ടും തെരഞ്ഞെടുക്കാൻ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.